നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മറികടന്ന് ജീവിതത്തിൽ എപ്പോഴാണ് ഒരു അനുഗ്രഹം നേടാൻ കഴിയുക എന്ന് കാത്തിരിക്കാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എപ്രകാരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നൊക്കെ അറിയുവാനായിട്ട് ഉള്ളൊരു തൊടുകുറി ഫലവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് 2 ചിത്രങ്ങളാണ് നൽകുന്നത്. 2 പുഷ്പങ്ങളുടെ ചിത്രം. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് വാടാമല്ലിയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് തൊട്ടാവാടിയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഈശ്വര സാമീപ്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നടക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. ഒന്നാമത്തെ ചിത്രമായ അതായത് വാടാമല്ലി പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ വളരെയധികം ആത്മാർത്ഥതയുള്ള ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും 100% വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാലും ഈശ്വര കൃപ, ഈശ്വരന്റെ ആ പ്രാർത്ഥന, ഈശ്വര അനുഗ്രഹം അതൊക്കെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. പലതരത്തിലുള്ള തകർച്ചകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കടഭാരം തന്നെയാകുന്നു. ജീവിതത്തിൽ എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചിട്ടും എന്തെല്ലാം സമ്പാദിച്ചിട്ടും ഈ കടഭാരത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്തൊരവസ്ഥ. രണ്ടാമത്തെ കാര്യം രോഗാവസ്ഥ തന്നെയാണ്. എത്രയൊക്കെ ചികിത്സിച്ചിട്ടും എത്രയൊക്കെ അധ്വാനിച്ച് എത്രയൊക്കെ കഠിനാധ്വാനത്തോടുകൂടി ഇതൊക്കെ പ്രാർത്ഥനയാൽ മാറ്റാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാത്ത കുറേയധികം കാര്യങ്ങൾ. ഇതൊക്കെ ധാരാളം വേദനകൾ ഉണ്ടാക്കുന്നു. മാനസികമായ ഒരുപാട് പ്രയാസങ്ങളും തളർച്ചകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി കടമ്പകളൊക്കെ കടന്ന് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എത്രയും വേഗം ഒരു അനുഗ്രഹം നേടാൻ കഴിയുക എന്നതായിരിക്കാം ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിൻ പ്രകാരം ജീവിതം നിങ്ങളെ നയിക്കുന്നതുമായ പല വിധത്തിലുള്ള കാര്യങ്ങൾ. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ആരുടെയും നന്മകളെ തകർക്കുവാനോ ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് തരം പ്രയാസങ്ങൾ ഉണ്ടായാലും വിഷമങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഈശ്വരനോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല ദാനങ്ങളെയൊക്കെ ഈശ്വര ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളിൽ കുറച്ചധികം കടഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണാം. എന്നാൽ അതിൽ നിന്നുമൊക്കെ വരുന്ന ഒരു 106 ദിവസത്തിനകം തീർച്ചയായിട്ടും ഭാഗികമായെങ്കിലും നിങ്ങൾക്ക് ഒരു മുക്തി നേടുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ അത്രയേറെ പ്രതീക്ഷ വെച്ച് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക. തീർച്ചയായിട്ടും വലിയൊരു ഫലം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ, പല വിധത്തിലുള്ള ബാധകൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതായ പല ബുദ്ധിമുട്ടുകളും കടന്നു വന്നേക്കാം. എന്നിരുന്നാലും തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും എന്നതിനും യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. ആരെയും വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ ആരുടെയും നല്ല ദാനങ്ങൾ തട്ടിയെടുക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. ഇനിയും പ്രയാസങ്ങളില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കുമെന്നതിനും യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ വാടാമല്ലി പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരു 106 ദിവസത്തിനകം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ മാറുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുകയും ചെയ്യും. ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവിക്കാൻ കാരണമായ കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അത് മക്കളെക്കുറിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ചായിരിക്കാം, ഒരു നല്ല നാളെക്കുറിച്ചായിരിക്കാം,
അങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങളെ മറികടന്നുള്ള ഒരു ജീവിതമായിരിക്കാം നിങ്ങൾ സ്വപ്നം കാണുന്നത്. തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ചിത്രമായ തൊട്ടാവാടി പുഷ്പം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം തൊട്ടാവാടി പുഷ്പം എന്നാൽ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും. വളരെ ലോലമായ ഹൃദയത്തിനുടമകളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ. ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്നവർ. വളരെ നിസ്സാരമായിട്ട് മറ്റുള്ളവർ പരിഹസിച്ചാലും അവർ കുറ്റപ്പെടുത്തിയാലും ഒക്കെ വളരെ നിരാശരാകുന്ന വ്യക്തികൾ. ആരോടും പരിഭവമോ പിണക്കമോ ആരുടെയും നന്മകൾ ഏറ്റുവാങ്ങണമെന്നോ എന്നൊന്നും ആഗ്രഹിക്കാത്തവർ. ഉള്ളതെന്താണോ അതിൻ പ്രകാരം കുടുംബത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികൾ. ഏറ്റവും പ്രധാനം ഒരു കുടുംബത്തിലെ നട്ടെല്ല് എന്ന് തന്നെ നിങ്ങളെ വിശേഷിപ്പിക്കാവുന്നതാണ്. അത്രയേറെ ഭാരങ്ങൾ നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചുമക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണുവാനായിട്ട് സാധ്യതയില്ല. സ്നേഹത്തോടെയുള്ള വാക്കുകളോ അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളോ ജീവിതത്തെ സമാധാനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അനുഗ്രഹങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഹോമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും ഈശ്വരൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ വന്ന് നിറയുവാനായിട്ട് സാധിക്കും. അതുപോലെ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാനായിട്ടും ഈശ്വര ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവും വേണ്ട. വരുന്ന ഒരു 6 മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറി, രോഗങ്ങൾ മാറി, ദുരിതങ്ങൾ മാറി ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവുകയാണ്. ഒത്തിരി ഫലങ്ങളാണ് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാത്തിരിക്കുന്നത്. അത്രയേറെ ഭാഗ്യത്തിൻ്റെ ഉടമകളാകുന്നു നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തെ പ്രയാസത്തിലാഴ്ത്തുന്ന, നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. ഭവനമില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മക്കളില്ലാത്തതിൻ്റെ പേരിൽ, സമ്പാദ്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ, സ്വന്തമായി ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ധാരാളം വ്യക്തികളുണ്ട്. നിങ്ങളെ കളിയാക്കുന്ന വ്യക്തികളുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും. ഇതിനൊക്കെയുള്ള മറുപടി വരുന്ന നാളുകളിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക. നിങ്ങളിൽ ഒന്നുമില്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തേറിയ കാര്യമാണ് വളരെ കഠിനാധ്വാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതം നയിക്കുക എന്നത്. അപ്രകാരം ആ വിധത്തിലുള്ള എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നു വരും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രമായ തൊട്ടാവാടി പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വര സഹായത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.